ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തീകരിച്ചതോടെ ആത്മവിശ്വാസം ഇരട്ടിയായി തിരുവനന്തപുരത്തെ എൻഡിഎ നേതൃത്വം. 51 ദിവസം നീണ്ട പ്രചാരണം പോളിംഗ് ബൂത്തിൽ അവസാനിച്ചപ്പോൾ മികച്ച വിജയപ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും എൻഡിഎ ക്യാമ്പും. പ്രചാരണത്തിന് അവസാനം കുറിച്ചെങ്കിലും ഒരുമിച്ചുള്ള പുതിയ യാത്രയുടെ തുടക്കമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. 51 ദിവസം നീണ്ട പ്രചാരണം ഇന്നലെ പോളിംഗ് ബൂത്തിൽ വോട്ടുകളായി അവസാനിച്ചു. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ആത്മവിശ്വാസം എൻഡിഎ ക്യാമ്പുകൾക്ക് ഇരട്ടിയായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയായി എത്തിയതും നീണ്ട 51 ദിവസത്തെ പ്രചാരണവും വികസന രേഖയുമെല്ലാം തലസ്ഥാനത്ത് ജനം സ്വീകരിച്ചെന്നാണ് എൻഡിഎ ക്യാമ്പിന്റെ പ്രതീക്ഷ. അത് വോട്ടുകളായി മാറിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷ കൂടി BJP പങ്കുവെക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തെ വികസന മുരടിപ്പിനും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് എൻഡിഎയുടെ വിലയിരുത്തൽ. 7 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി പ്രചാരണം നടത്താനും പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെയുള്ള പ്രചാരണവും എൻഡിഎക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. 7 നിയോജക മണ്ഡലങ്ങളിലും സമഗ്ര വികസനം കൊണ്ടുവരുന്ന ഇനി കാര്യം നടക്കുമെന്ന ശീർഷകത്തിൽ പുറത്തിറക്കിയ വികസന രേഖയും തലസ്ഥാനത്തെ വോട്ടർമാർ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യം മന്ദഗതിയിലായിരുന്ന പോളിംഗ് പിന്നീട് ഉയർന്നതും ശക്തമായ മത്സരം കാഴ്ചവെക്കാനായ ആത്മവിശ്വാസവും എൻഡിഎ നേതൃത്വം പങ്കുവെക്കുന്നു. അതിനാൽ തന്നെ തലസ്ഥാനത്തിന് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പുകൂടി തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പങ്കുവെക്കുകയാണ്. പ്രചാരണം അവസാനിച്ചെങ്കിലും വികസനത്തിന്റെ തുടർയാത്രയിൽ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇനി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജൂൺ 4-ന് തലസ്ഥാനത്ത് വിജയക്കൊടി പാറിക്കുമെന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. ജനം, തിരുവനന്തപുരം.